ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ട 3 കപ്പലുകൾ ആണ് വാസ്കോ ഡി ഗാമ. വഴിയിൽ 3 കപ്പലുകളിൽ ഒന്ന് തകർന്നു പോവുകയും അതിനകത്തെ പടയാളികളെ കൂടി മറ്റ് 2 കപ്പലുകളിൽ, 3 കപ്പലുകളുടെയും പേര് നമുക്കറിയാവുന്നതുപോലെ പുണ്യവാളന്മാരുടെയും മാലാഖമാരുടെയും പേരായിരുന്നു അത്. സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, സെന്റ് മിഖായേൽ എന്ന് പേരുള്ള 3 കപ്പലുകളിൽ. പക്ഷെ വന്നതൊന്നും വിശുദ്ധന്മാരായിരുന്നില്ല. ഈ നാട് കൈയടക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അധിനിവേശത്തിന്റെ കാറ്റും കോളുമായി വന്ന പടയാളികളുടെ കപ്പലായിരുന്നു അത്. 1498 അവർ വന്നത്. പതുക്കെ പതുക്കെ വന്നും പോയും അവർ അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി മഹാരാജാവിനെ സ്വാധീനിക്കുകയും ചാലിയത്ത്, പിൽക്കാലത്ത് അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർ സാധിച്ചതുപോലെ ചാലിയം എന്ന തീരദേശ ഗ്രാമത്തിൽ ഒരു കോട്ട കെട്ടാനും കോട്ടക്കകത്ത് വലിയ പാണ്ഡികശാല തുടങ്ങാനും കേരളത്തിൻ്റെ സുഗന്ധദ്രവ്യങ്ങൾ മുഴുവനും വാങ്ങിക്കൂട്ടിയിട്ട് അവിടെ നിറക്കാനും ഒക്കെ അനുമതി വാങ്ങി. 1530 ചാലിയത്ത് കോട്ടയുണ്ടാകുന്നത്. ആ കോട്ടയെ അത് തുടങ്ങിയ കാലത്ത് തന്നെ അഞ്ചുതെങ്ങിലെ മനുഷ്യർക്കുണ്ടായിരുന്ന ഒരു ദേശീയ ബോധത്തിൻ്റെ, ഒരു സ്വാതന്ത്ര്യദാഹത്തിൻ്റെ ഒരു ഘ്രാണം ഉണ്ടല്ലോ, ഒരു ഗന്ധം, അത് ചാലിയത്തുകാർക്കും കിട്ടിയിരുന്നു. തുടക്കത്തിലെ കോഴിക്കോട്ടുകാർ, ചാലിയത്തുകാർ ഈ കോട്ടക്കകത്തേക്കുള്ള ചലനങ്ങളെ, അകത്തേക്കും പുറത്തേക്കുമുള്ള ചലനങ്ങളെ നിരീക്ഷിച്ചിരുന്നു. അവരും പതുക്കെ അറിഞ്ഞു, കോട്ടക്കകത്തേക്ക് സുഗന്ധദ്രവ്യങ്ങൾ മാത്രമല്ല പോകുന്നത്, പലപ്പോഴും പോർച്ചുഗലിൽ നിന്ന് വരുന്ന, വിദേശ രാജ്യത്ത് നിന്ന് വരുന്ന ആയുധങ്ങൾ ആ കോട്ടയിൽ, അവിടുത്തെ പാണ്ഡികശാലയിൽ കുന്നുകൂടുന്നുണ്ട്. അത് എന്തിനുള്ള പുറപ്പാടാണ് എന്ന സംശയം തീർച്ചയായും ചാലിയത്തുകാർക്കും ഉണ്ടായിരുന്നു, അന്ന് കോഴിക്കോട്ടുകാർക്കും ഉണ്ടായിരുന്നു. ഒടുവിൽ സാമൂതിരി മഹാരാജാവിനും അത് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ തൻ്റെ ചെയ്തിയിൽ, അവർക്ക് കോട്ട കെട്ടാൻ അദ്ദേഹം തന്നെ അനുമതി കൊടുത്ത കോട്ട, ആ കോട്ട വളഞ്ഞ് ആക്രമിക്കാൻ അദ്ദേഹം ഉത്തരവിടുന്നു. ആരൊക്കെയാണ് സാമൂതിരിക്ക് വേണ്ടി ആ പോരാട്ടത്തിൽ പങ്കെടുത്തത്? അങ്ങനെ ചാലിയങ്കോട്ട ഇടിച്ചു നിരപ്പാക്കാൻ, ചാലിയങ്കോട്ട തകർത്തിട്ട് പോർച്ചുഗീസുകാരെ ഓടിക്കാനുള്ള ഒരു പോരാട്ടം. ആ പോരാട്ടം നടക്കുന്നത് 1571 ആരൊക്കെയാണ് ആ പോരാട്ടത്തെ നയിച്ചത് എന്നത് ഇന്ത്യയുടെ ഒരുപക്ഷെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ ഏറ്റവും ഉജ്ജ്വലമായൊരു അധ്യായമാണ്. ആ പോരാട്ടത്തിലാണ് കുഞ്ഞാലിമരക്കാർ നാവികത്തലവനായിരുന്ന, സാമൂതിരിയുടെ നാവികത്തലവനായിരുന്ന കുഞ്ഞാലിമരക്കാർ ആ പോരാട്ടത്തെ നയിച്ചു. മങ്ങാട്ടച്ചനെ പോലുള്ള മന്ത്രിമാർ അദ്ദേഹത്തെ സഹായിച്ചു. അതോടൊപ്പം തച്ചോളി ഉദയനനെ പോലുള്ള വടക്കൻ പാട്ടിലെ, നമ്മുടെ കടത്തനാടൻ കളരിയിലെ വീരന്മാർ പങ്കെടുത്തു. എല്ലാ ജാതിയിലും പെട്ട മനുഷ്യർ, എല്ലാ സമുദായത്തിലും പെട്ട പോരാളികൾ ഒരുമിച്ച്, നാവികപ്പടയും നായർപ്പടയും ഒക്കെ ഒരുമിച്ച് സാമൂതിരിക്ക് വേണ്ടി പൊരുതി ജയിച്ച ഒരു യുദ്ധത്തിൻ്റെ പേരാണ്, തോറ്റ യുദ്ധത്തിൻ്റെ പേരല്ല, ചാലിയം യുദ്ധം എന്ന് പറയുന്നത്. 1571 നടന്ന 1 കൊല്ലം നീണ്ടു നിന്ന പോരാട്ടമാണ് ചാലിയം പട. അങ്ങനെയാണ് ആ കോട്ട ഇടിച്ച് നിരപ്പാക്കുന്നത്. ഒരുപക്ഷെ സമുദായങ്ങൾ എന്ന നിലയിൽ എല്ലാ ഭിന്നതയും മറന്ന് രാജ്യത്തിന് വേണ്ടി മുഴുവൻ ജനതയും ഒരുമിച്ച് നിന്നൊരു പോരാട്ടത്തിന്റെ കഥയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.